നീ എൻ സ്വന്തം ഭാഗം 32. രാവിലെ ദക്ഷയാണ് ശരണ്യെ കൊണ്ടുവരാൻ ചെന്നത്. പോർച്ചിൽ ശ്രീദേവിൻ്റെ കാറില്ല എന്ന് കണ്ടതും അവൾ വണ്ടി പോർച്ചിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. അവളെ കണ്ടതും മെയ്ഡ് അങ്ങോട്ട് വന്നു. ശരണ്യ എന്ത് ചേച്ചി? അവൾ ചോദിച്ചു. മോള് കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. ആഹാ, എന്നിട്ടാണോ ഞാൻ റെഡിയായി നിൽക്കാണ് വേഗം വായിന്ന് പറഞ്ഞത്? വെച്ചിട്ടുണ്ട് ഞാൻ ആ പെണ്ണിന് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. മോൾക്ക് ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, വീട്ടിൽ ചെന്നിട്ട് കുടിച്ചോളാം. ഇവളെയും കൊണ്ട് ചെന്നിട്ട് വേണം. എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്, ദക്ഷ പറഞ്ഞു. അവർ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. ദക്ഷ ശരണ്യയുടെ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു റൂമിൻ്റെ വാതിൽ തുറന്ന് ഒരു കൈ വന്ന് അവളെ പിടിച്ചു വലിച്ചത്. പെട്ടെന്നായതുകൊണ്ട് അവൾ ശരിക്കും പേടിച്ചു പോയിരുന്നു. ആ നിമിഷം അവൾ ഒച്ചയെടുക്കാൻ പോയതും അവളുടെ വായും അയാൾ പൊത്തിയിരുന്നു. ദക്ഷ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു. ഒരു ഭിത്തിയിലേക്ക് അവൾ ചേർത്ത് നിർത്തി. അതറിഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു. ആ റൂമിൽ വെളിച്ചമില്ലായിരുന്നു, അതുകൊണ്ട് മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സുപരിചിതമായ ആ മണം അവൾ തിരിച്ചറിഞ്ഞു. അവൾ ഒരു നെടുവീർപ്പ് വിട്ടു. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ആളെ ദക്ഷ കണ്ടതും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ രണ്ട് കണ്ണുകൾ, രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. പെട്ടെന്ന് ദേഷ്യം തോന്നിയ ദക്ഷ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു. അവളുടെ കൈകളിൽ ഒരു തണുപ്പ് പടർന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് നോക്കി. അപ്പോഴാണ് അവൻ്റെ നഗ്നമായ നെഞ്ചിലാണ് കൈ വെച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ അവനെ തള്ളി. ശ്രീദേവ് ഒന്ന് പിന്നിലേക്ക് പോയി. പിന്നെ അവളെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്ത് ദേഷ്യത്തോടെ നോക്കി നിൽക്കായിരുന്നു അവൾ. പേടിച്ചു പോയല്ലോ ഞാൻ, അവൾ പറഞ്ഞു. അതെന്തിനാ പേടിച്ചത്? അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചാൽ പേടിക്കില്ലേ? അവൾ ചോദിച്ചു. ഈ വീട്ടിൽ നിന്റെ ഈ കയ്യിൽ പിടിക്കാൻ ഞാനല്ലാതെ മറ്റാരും ധൈര്യം കാണിക്കില്ല. ഈ വീട്ടിലെന്നല്ല, ഞാനുള്ളിടത്ത് ആരും നിന്റെ ഈ കൈ പിടിക്കില്ല. ശ്രീദേവ് പറയുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഇത്ര ഉറപ്പ്? അവൾ ചോദിച്ചു. ഉറപ്പാണ്, നീ എൻ്റെ പെണ്ണാണ്, ഈ ശ്രീദേവിൻ്റെ പെണ്ണാണ് എന്നുള്ള ഉറപ്പാണ്, അവൾ പറഞ്ഞു. അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ, അവൾ പറഞ്ഞു. സമ്മതിക്കണ്ട. നീ സമ്മതിക്കാതെ തന്നെ നിന്റെ ഇഷ്ടം എനിക്കറിയാം. എനിക്കിഷ്ടമല്ല. ഞാൻ ചേച്ചി, അവൾ എന്തോ പറയാൻ വന്നതും ചേച്ചി എന്ന് വിളിച്ച് ശരണ്യ അങ്ങോട്ട് വരുന്നത്. അവളുടെ ശബ്ദം കേട്ടതും അവൾ വേഗം ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആ, ദക്ഷ ചേച്ചി വന്നു എന്ന് കിച്ചണിലെ ചേച്ചി പറഞ്ഞു. ചേച്ചി, ദാ ആ കാണുന്നതാണ് എൻ്റെ മുറി, ഇത് ഏട്ടൻ്റെ മുറിയാണ്, ശരണ്യ പറഞ്ഞു. അത് ഞാൻ പെട്ടെന്ന് അവൾക്ക് എന്ത് പറയണം എന്ന് അറിയില്ലായിരുന്നു. എന്തായാലും ചേച്ചി വന്നതല്ലേ, നിങ്ങൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ? ശരണ്യ ചോദിച്ചു. ചേച്ചി ഏത് ഡ്രസ്സാണ് ഇടുന്നത്? അവൾ ചോദിച്ചു. സാരിയാണ്, ദക്ഷ പറഞ്ഞു. ഏത് കളറ് ചേച്ചി? ബ്ലാക്ക്. ദക്ഷ അതിനും മറുപടി കൊടുത്തു. എന്നാ വാ, ഞാനും ബ്ലാക്ക് തന്നെ ഇടാം. എനിക്കും ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ അതെല്ലാം നാട്ടിലാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാലും എൻ്റെ കയ്യിലും ബ്ലാക്ക് 2 ഡ്രസ്സുണ്ട്. ചേച്ചി അതിൽ നിന്നും ഏത് വേണമെന്ന് ഒന്ന് സെലക്ട് ചെയ്ത് തന്നെ എന്ന് പറഞ്ഞ് ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് ശരണ്യ അവളുടെ റൂമിലേക്ക് പോയി. ശ്രീദേവ് ആ റൂമിൽ അവളെ ചേർത്ത് പിടിച്ച് നിർത്തിയ ആ മതിലിനോട് ചേർന്ന് തന്നെ നിൽക്കുകയായിരുന്നു. അവൻ്റെ ചുണ്ടിൽ അവൾക്കായിട്ട് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, ആർക്കും കാണാത്ത ഒരു പുഞ്ചിരി. ശരണ്യ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. അതിൽ നിന്നും ദക്ഷയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് അവൾ സെലക്ട് ചെയ്തത്. പക്ഷേ അത് ബ്ലാക്ക് അല്ലായിരുന്നു, ഒരു സിൽവർ കളർ ഡ്രസ്സായിരുന്നു. അതവൾക്ക് നന്നായി ചേരുമെന്ന് പറഞ്ഞു. അതാണ് ദക്ഷ അവൾക്കായി സെലക്ട് ചെയ്തതും. എല്ലാം കഴിഞ്ഞ് ആ ഡ്രസ്സിൻ്റെ ബാഗും ഓർണമെൻറ്റ്സും എല്ലാം എടുത്തുകൊണ്ട് ശരണ്യ റൂമിൽ നിന്നും ഇറങ്ങി. അവളുടെ കൂടെ തന്നെ ദക്ഷയും ഇറങ്ങി. ആ സമയം തന്നെയാണ് ശ്രീദേവ് റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഏട്ടൻ്റെ വണ്ടി വന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, എൻ്റെ വണ്ടി റോയ് കൊണ്ടുപോയിരിക്കുകയാണ്. എനിക്കുള്ള വണ്ടി ഇപ്പോൾ വരും, ശ്രീദേവ് പറഞ്ഞു. നിങ്ങൾ ഇറങ്ങാറായോ? ശ്രീദേവ് ദക്ഷയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ ദക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. ഏട്ടാ ഇറങ്ങുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചെന്നിട്ട് ആൻറ്റി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവൾ പറഞ്ഞു. വൈകിട്ട് അപ്പോൾ എങ്ങനെയാണ്? നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അത് ഞാൻ കഴിയാറാകുമ്പോൾ ഏട്ടനെ വിളിക്കാം. അപ്പോൾ ഏട്ടൻ വരികയാണെങ്കിൽ ഏട്ടൻ്റെ ഒപ്പം വരാം, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ഒപ്പം കൂടിക്കൊള്ളാം എന്ന് ശരണ്യ പറഞ്ഞു. അതിന് ശ്രീദേവ് ഒന്ന് മൂളി. പോകാം, ദക്ഷ ശരണ്യയോട് ചോദിച്ചതും. എന്നാ ഏട്ടാ, ഞങ്ങൾ ഇറങ്ങുകയാണേ, ഞാൻ എന്തായാലും പോകുന്നതിന് മുമ്പ് ഏട്ടനെ വിളിക്കാം,
ശരണ്യ പറഞ്ഞു. ആ സമയം ദക്ഷ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവൾ കാറിൽ കയറി പോകുന്നത് കണ്ടതും, ഈശ്വര, പണി പാളിയോ? പെട്ടെന്നുള്ള ആവശ്യത്തിന് ചെയ്തു പോയതാണ്. ഈ പെണ്ണ് പിടി തരുന്നില്ലല്ലോ ദൈവമേ, ഞാൻ ഇനിയും പാടുപെടുമോ? അതെ, നിനക്ക് പെൺകുട്ടികളുടെ എല്ലാം പ്രാക്കാണ്. എല്ലാം നിന്റെ പുറകെ കുറേ നടന്നതല്ലേ, നീ മൈൻഡ് ചെയ്തില്ലല്ലോ. ആ, അതുകൊണ്ട് നീ ഇപ്പോൾ ആ പോയതിൻ്റെ പുറകെ നടക്കേണ്ടി വരുന്നത്. അങ്ങോട്ട് വന്നുകൊണ്ട് വിശ്വം പറഞ്ഞു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാനുണ്ടായിരുന്നു, വിശ്വം പറഞ്ഞു. അപ്പോഴേക്കും പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ശ്രീദേവ് വിശ്വത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. വണ്ടിയിൽ കയറി ഇരുന്നതും ശ്രീദേവ് പുറത്തേക്ക് നോക്കി. വിശ്വം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നീ കുറേ പാടുപെടും, ഞാൻ പറഞ്ഞില്ലേ, കുറേ പെൺകുട്ടികളുടെ പ്രാക്കുണ്ടാകും. പക്ഷേ എൻ്റെ ശ്രീദേവിന് ചേരുന്നത് അവൾ തന്നെയാണ്. പിടി തരാതെ നിന്നിട്ട് നിന്നെ കുറേ വട്ടം ചുറ്റിക്കുന്നുണ്ടല്ലേ, വിശ്വം പറഞ്ഞുകൊണ്ട് തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. ശ്രീദേവ് സെറ്റിലേക്ക് ആണ് പോയത്. അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്ത് അവൻ ഷോട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ അടുത്തേക്ക് മാനേജർ വന്നു. അന്വേഷിച്ചോ? അവൻ ചോദിച്ചു. അന്വേഷിച്ചു. അവർക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷേ ഇത് രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ആകെ വിഷമത്തിലായി. കാരണം അവരുടെ ഷോയ്ക്ക് കുറച്ചുകൂടി പബ്ലിസിറ്റി കൂട്ടാൻ കിട്ടുന്ന ഒരവസരമായിരുന്നു. അതാണ് അവർ പറയുന്നത്. എന്നാലും അവരൊക്കെയാണ്, മാനേജർ പറഞ്ഞു. അത് കേട്ട് ശ്രീദേവ് ഒന്ന് പുഞ്ചിരിച്ചു. വീട്ടിലെത്തിയ ദക്ഷയും ശരണ്യയും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വൈകിട്ട് ഫംഗ്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മുടി എങ്ങനെ കെട്ടണം, എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നെല്ലാം അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനു മാത്രം ഒരുങ്ങാൻ എന്തിരിക്കുന്നു, കല്യാണത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്, മുത്തശ്ശി പറഞ്ഞു. എൻ്റെ പൊന്നു മുത്തശ്ശി, കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഇത്രയും ഒരുങ്ങണ്ട. ഇതങ്ങനെയല്ല, വലിയൊരു ഷോയാണ്. അതും വലിയ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പും ജ്വല്ലറി ഗ്രൂപ്പും കൂടി നടത്തുന്ന ഒരു ഇവൻ്റ്. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യവും പബ്ലിസിറ്റിയും എല്ലാം ഉണ്ടാകും. പിന്നെ ചാനൽ കവറേജും എല്ലാം ഉണ്ടാകും. അപ്പോൾ മോശമായിട്ട് നിൽക്കരുതല്ലോ. ആ ക്യാമറ ഞങ്ങളുടെ മുന്നിലേക്കെങ്ങാനും വന്നാൽ ഞങ്ങളും തിളങ്ങണമല്ലോ, സാരംഗി പറഞ്ഞു. ഓ, അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? അതെ, അത് തന്നെയാണ് ഉദ്ദേശം, ശ്രീകുട്ടിയും പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ദക്ഷ കിടന്നു. ആ, നീ ഉറങ്ങിക്കോ, രാത്രി പെണ്ണിന് ഇപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല, ഭാനു പറഞ്ഞതും. അതെന്താ രാത്രി ഇവൾക്ക് പരിപാടി? ശ്രീകുട്ടി ചോദിച്ചു. അറിയില്ല, പെണ്ണ് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. ഇന്നലെ ഉറങ്ങിയത് ലേറ്റായിട്ടായിരുന്നു, എന്ത് പറ്റിയോ ആവോ, ഭാനു ചെറിയൊരു കളിയാക്കലോട് കൂടി പറഞ്ഞതും പില്ലോയിൽ നിന്നും മുഖമുയർത്തി നോക്കിയ അവൾ ഒന്ന് കോർപ്പിച്ചു നോക്കി. വീണ്ടും പില്ലോയിലേക്ക് മുഖം അമർത്തി. അവളുടെ അടുത്ത് വന്ന് ശരണ്യയും കിടന്നു. എല്ലാവരും ഉറങ്ങുകയാണോ? രാത്രി നീണ്ടു നിൽക്കുന്ന ഫംഗ്ഷനാ. ഇപ്പോൾ കുറച്ചു നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാതെ പിടിച്ചു നിൽക്കാൻ പറ്റും, അവളുടെ അടുത്ത് തന്നെ കിടന്ന് ശ്രീകുട്ടി പറഞ്ഞതും. എന്നാൽ പിന്നെ കുറച്ചു നേരം കിടക്കാം. മുത്തശ്ശി, ഒരു 4:30 ആകുമ്പോൾ ഒന്ന് വിളിക്കണേ, ശ്രാവണി പറഞ്ഞു. 4:30 എന്തിനാണ് വിളിക്കുന്നത്? അതോ, അപ്പോൾ റെഡിയായാലല്ലേ 6 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റുമോ, അവൾ പറഞ്ഞു. ശരി, വിളിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും താഴേക്ക് പോയി. എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും 4:30 ആയിരുന്നു. മുത്തശ്ശി വന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റിരുന്നു. എല്ലാവരും വേഗം തന്നെ പോയി കുളിച്ച് ഫ്രഷായി വന്നു. ചായയും കുടിച്ചു. പിന്നെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. ഓരോരുത്തരായി ഭംഗിയായി തന്നെ എല്ലാവരും റെഡിയായി തുടങ്ങി. നല്ല ബ്രാൻഡഡ് മേക്കപ്പ് ഐറ്റംസിൻ്റെ കളക്ഷൻ ദക്ഷയ്ക്കായിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഭംഗിയിൽ തന്നെ മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി താഴേക്ക് വന്ന അവരെ കണ്ടതും അമ്മയുടെയും മുത്തശ്ശിയുടെയും ദക്ഷയുടെ അച്ഛൻ്റെയും മുഖം വിടർന്നു. സത്യത്തിൽ നിങ്ങളാണോ മോഡൽസ്? അച്ഛൻ ചോദിച്ചതും. കളിയാക്കിയതാണ് അങ്കിളെ, ശ്രീകുട്ടി ചോദിച്ചു. ഇല്ലടാ, സത്യമായിട്ടും അത്രയും ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ, അച്ഛൻ പറഞ്ഞു. ഓ ശരി, വരവ് വെച്ചിരിക്കുന്നു, ശ്രാവണിയും പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശരണ്യ വരുന്നത്. സുന്ദരിയായിട്ടുണ്ടല്ലോ, അവളെ കണ്ടതും മുത്തശ്ശി പറഞ്ഞു. എനിക്ക് തോന്നി, ഇത്രയും നന്നായിട്ട് ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാറില്ല. അതിന് ഒരു ഫങ്ഷൻസിനും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയില്ല. ഏട്ടൻ വരണം പോണെങ്കിൽ, അവൾ പറഞ്ഞു. എന്തായാലും മോള് സുന്ദരിയായിട്ടുണ്ട്, അവളുടെ അടുത്ത് വന്ന് ദക്ഷയുടെ അമ്മയും പറഞ്ഞു. ഈ നേരത്തൊക്കെ ആകുമ്പോൾ ബ്ലോക്ക് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഒത്തിരി ലേറ്റാകും. ദേശിച്ചും വരുന്നില്ല എന്ന് പറഞ്ഞു അമ്മേ, ശ്രീകുട്ടി ചോദിച്ചു. ഇല്ല, അവൾ ലേറ്റാകും എന്നാണ് പറഞ്ഞത്, ദക്ഷയുടെ അമ്മ പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കാറിലേക്ക് കയറി. ദക്ഷയാണ് കാറ് ഡ്രൈവ് ചെയ്തത്. അവർ ഇവൻ്റ് നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിലെത്തി.
ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എൻട്രി പാസും കാണിച്ച് അവർ അകത്തേക്ക് കയറി. പ്രശസ്തമായ സിനിമാ താരങ്ങൾ മോഡൽസായിട്ട് വരുന്നുണ്ടെന്ന് എല്ലാം അവരറിഞ്ഞു. അവർ ഏറ്റവും മുന്നിലല്ല, എന്നാൽ ഏറ്റവും പിന്നിലല്ലാത്ത രീതിയിലാണ് ഇരുന്നത്. അവിടെ വന്നേക്കുന്ന ഓരോരുത്തരെ കാണുമ്പോൾ ഇവരൊക്കെ പെയിൻറ്റും പാട്ടയിലെങ്ങാനും വീണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രാവണി. ശരിയാണ്, അത്രമാത്രം പുട്ടിയടിച്ചിട്ടാണ് ഓരോന്നും വന്നിരിക്കുന്നത്. ഇവരുടെ മുന്നിൽ നമ്മൾ മേക്കപ്പ് ചെയ്യാത്തതുപോലെയാണെന്ന് തോന്നുന്നു, ശ്രീകുട്ടി പറഞ്ഞു. എല്ലാവരും സെൽഫി എടുത്തും സംസാരിച്ചും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും എല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഇവൻ്റ് തുടങ്ങാറായി എന്ന് അവതാരിക റാമ്പിൽ വന്ന് പറഞ്ഞു. പിന്നെ ഷോ ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞതും പുറകിൽ നിന്നും നല്ല ബഹളം കേട്ട് തിരിഞ്ഞു നോക്കിയ അവർ കാണുന്നത് അവിടേക്ക് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീനും ഇട്ട് നടന്നു വരുന്ന ശ്രീദേവിനെയാണ്. അത് കണ്ടതും ദക്ഷ തിരിഞ്ഞ് അവളുടെ അടുത്തിരിക്കുന്ന ശരണ്യെ ഒന്ന് നോക്കി. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അവൾ പറഞ്ഞു. അവളെ തന്നെ എല്ലാവരും നോക്കി. സത്യമായിട്ടും ചേച്ചിമാരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ വരവ് അക്കൂട്ടത്തിൽ ഒരാൾ പ്രതീക്ഷിച്ചിരുന്നു. അവൾക്കറിയായിരുന്നു ശ്രീദേവ് ഇന്ന് അവിടെ എത്തുമെന്ന്. എല്ലാവരും ആർപ്പ് വിളിച്ചും കൈകൾ കൊട്ടിയും എല്ലാം ശ്രീദേവിനെ സ്വീകരിച്ചു. പുറകിലും സൈഡിലുമായി ബോഡിഗാർഡ്സ് നിരന്നു. അവർക്ക് നടുവിലൂടെ നടന്നു വരുന്ന ശ്രീദേവിനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്തെത്തിയതും കാണുന്നത് മുന്നിലെ ഷർട്ടിൻ്റെ 2-3 ബട്ടൺസ് തുറന്നു കിടക്കുകയാണ്. അതിലൂടെ അവൻ്റെ ദൃഢമായ വിരിഞ്ഞ നെഞ്ചുഭാഗം കാണാൻ പറ്റുന്നുണ്ട്. കഴുത്തിൽ കിടക്കുന്ന ഭംഗിയുള്ള ഒരു ചെയിൻ, അത് അവൻ്റെ കഴുത്തിനും ആ നെഞ്ചിനും ഭംഗി കൂട്ടുന്നതായിരുന്നു. അവൻ്റെ ആ വരവ് കാണുമ്പോൾ തന്നെ എല്ലാവരും കൊതിയോടെ അവനെ നോക്കി നിന്നു. ഈ മനുഷ്യൻ എന്നാ ലുക്കാടി മോളെ, നിന്റെ ചേട്ടനായതുകൊണ്ട് പറയുന്നതല്ല, ഇത്രയും സൗന്ദര്യം എങ്ങനെ കിട്ടി ഈ മനുഷ്യന്? സാരംഗി ചോദിച്ചതും ശരണ്യ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവളുടെ നോട്ടം കണ്ടതും എന്താണെന്നുള്ള രീതിയിൽ സാരംഗി ചോദിച്ചു. എന്നെ കാണാൻ എന്താ കൊള്ളില്ലേ? അവൾ ചോദിച്ചു. പിന്നെ മോളും സുന്ദരിയാണ്, പക്ഷേ അതിൻ്റെ അത്ര വരില്ല. ഏത് അരിമണിയിലാണാവോ ആ പേര് എഴുതി വച്ചിരിക്കുന്നത്? ശ്രാവണി പറഞ്ഞതും ഭാനു ദക്ഷയെ നോക്കി. ആ സമയം തന്നെ ദക്ഷയും ഭാനുവിനെ നോക്കിയിരുന്നു. അവരുടെ അടുത്ത് എത്താറായിരുന്നു ശ്രീദേവ്. അവൻ്റെ റേബാൻ ഗ്ലാസ്സിലൂടെ അവൻ അവൻ്റെ പെണ്ണിനെ തിരയുകയായിരുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന ദക്ഷയുടെ കൂട്ടുകാരെയും ശരണ്യയെയും അവൻ കണ്ടു. അപ്പോൾ തന്നെ അടുത്ത മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരു രൂപം കണ്ടതും അത് ദക്ഷയാണെന്ന് അവന് മനസ്സിലായി. എല്ലാവരും പിന്നിലേക്ക് തിരിഞ്ഞ് തന്നെ നോക്കുന്നുണ്ട്, പക്ഷേ ആ മുഖം മാത്രം മുന്നിലേക്ക് നോക്കിയിരിക്കുന്നു. അത് കണ്ടതും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അടുത്തെത്താറായതും ശരണ്യ കൈവീശി കാണിച്ചു. അവൻ അത് കാണുകയും അവൻ പതിയെ കൈപൊക്കി കാണിക്കുകയും ചെയ്തു. അവൻ അവരെ കടന്ന് പാസ് ചെയ്ത് മുന്നിലെ അവനായി അറേഞ്ച് ചെയ്ത VIP സീറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഇരുന്നതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവനെ നോക്കിയിരുന്ന ദക്ഷയുടെ മുഖത്തേക്കാണ് അവൻ നോക്കിയത്. അവൻ ഗ്ലാസ് ഊരി അവളെ ഒരു കണ്ണടച്ച് കാണിച്ചതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു 2 സൈഡിലേക്ക് നോക്കി. ആരെങ്കിലും കണ്ടോ എന്നാണ് അവൾ നോക്കിയത്. അപ്പോഴേക്കും ശ്രീദേവിൻ്റെ അടുത്തേക്ക് ആരോ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഷോ ആരംഭിച്ചു. ഓരോ മോഡൽസും സിനിമാ നടിമാരും നടന്മാരും എല്ലാം മോഡൽസായി റാമ്പിൽ വന്നു. ആ ജ്വല്ലറികളുടെ ഓണർമാരും ടെക്സ്റ്റൈൽസിൻ്റെ ഓണർമാരും എല്ലാം മോഡൽസിൻ്റെ ഒപ്പം റാമ്പിൽ എത്തിത്തുടങ്ങി. ശ്രീദേവിനെയും റാമ്പിലേക്ക് വിളിച്ചു. ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേറ്റ് റാമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ കൈയടിച്ച് ശബ്ദമുണ്ടാക്കിയും എല്ലാം അവനെ സ്വീകരിച്ചു. റാമ്പിൽ മോഡൽസിൻ്റെ ഒപ്പം ശ്രീദേവ് റാം വാക്ക് ചെയ്തു. കയ്യടിയോടെ എല്ലാവരും നോക്കിയിരുന്നു. എന്നാൽ റാം വാക്ക് ചെയ്യുമ്പോഴും ശ്രീദേവിൻ്റെ കണ്ണുകൾ ദക്ഷയിലായിരുന്നു. 2 സൈഡിലും മോഡൽസ് അവനെ ചേർന്ന് നിൽക്കുന്നത് ദക്ഷ നോക്കിയിരിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായ ഭാവം എന്താണെന്ന് അറിയാൻ ഭാനു അവളെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ കൈകൾ രണ്ടും കെട്ടി സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കണ്ണൊന്ന് ചിമ്മാതെ അവനെ തന്നെ നോക്കിയിരിക്കുന്ന ദക്ഷയെ കണ്ടതും ഭാനുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. തിരിഞ്ഞ് അവൻ നടക്കുമ്പോഴും അടുത്ത മോഡൽസുമായിട്ട് അവൻ വീണ്ടും വന്നു. അതെല്ലാം ദക്ഷ നോക്കിയിരുന്നു. ശ്രീദേവും ദക്ഷയെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ചുവടും വയ്ക്കുന്നത്. പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഓരോ മോഡൽസും അവരുടെ അടുത്ത ലുക്കിലും അടുത്ത കോസ്റ്റ്യൂംസിലും എല്ലാം വരാൻ തുടങ്ങി. ശ്രീദേവ് ഇറങ്ങി അവൻ്റെ സീറ്റിൽ വന്നിരുന്നു. അവൻ ശരണ്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. അവൻ്റെ തൊട്ടു പുറകിലുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അവിടേക്ക് വന്നിരിക്കാൻ പറഞ്ഞു. ആ മെസ്സേജ് ശരണ്യ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ആകാംക്ഷയോടെ ആയിരുന്നു. എന്നാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ തടഞ്ഞാലോ എന്ന് വിചാരിച്ച് അവർ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ പരിപാടിയുടെ 2 സംഘാടകർ വന്ന് അവരെ വിളിച്ചു. സ്റ്റേജിൽ മ്യൂസിക് പ്രോഗ്രാം നടക്കുകയാണ്. മോഡൽസിന് റെഡിയാവാനുള്ള സമയം കൊടുക്കാനായുള്ള മ്യൂസിക് പ്രോഗ്രാം.
ദക്ഷയും കൂട്ടരും അവരുടെ കൂടെ പോയി. ശ്രീദേവിൻ്റെ തൊട്ടുപുറകിലുള്ള സീറ്റുകളിൽ ആയിട്ട് ഇരുന്നു. അവരുടെ സീറ്റിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ശ്രീദേവിൻ്റെ മാനേജർ ഉണ്ടായിരുന്നു. അയാളുടെ അടുത്ത സീറ്റിലായിട്ടാണ് ദക്ഷയും കൂട്ടരും കയറിയിരുന്നത്. അവിടെയുള്ള മെയിൻ സംഘാടകർക്ക് ശ്രീദേവ് ശരണ്യ സിസ്റ്ററാണെന്നും ബാക്കിയുള്ളവർ ശരണ്യയുടെ ഫ്രണ്ട്സാണെന്നും പരിചയപ്പെടുത്തി കൊടുത്തു. വീണ്ടും പ്രോഗ്രാം മുന്നോട്ട് പോയി. ശ്രീദേവ് വീണ്ടും റാമ്പിൽ ചെന്നു. അതിനുശേഷം റാമ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന ശ്രീദേവ് ഇരുന്നത് ദക്ഷയുടെ അടുത്തായിരുന്നു. അവിടെ ഇരുന്ന ശ്രീദേവിൻ്റെ മാനേജർ അവിടെ നിന്നും എഴുന്നേറ്റ് പോയിരുന്നു. അവിടേക്കാണ് ശ്രീദേവ് വന്ന് ഇരുന്നത്. പെട്ടെന്നായതുകൊണ്ട് ദക്ഷ ഒന്ന് പേടിച്ചു. പിന്നെ അടുത്തിരുന്നവരെ നോക്കി. അവളുടെ അടുത്ത് ശരണ്യായിരുന്നു. അവൾ എഴുന്നേറ്റ് ശരണ്യയെ അവിടെ ഇരുത്താൻ ആയിട്ട് നോക്കിയതും അവൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ കയ്യിൽ ശ്രീദേവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. റാമ്പിലേക്ക് ഫോക്കസ് ചെയ്തായിരുന്നു ലൈറ്റുകളെല്ലാം. ബാക്കിയുള്ളിടത്തെല്ലാം വലിയ വെട്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീദേവ് അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദക്ഷ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി. എഴുന്നേൽക്കരുത്, അവൻ പറഞ്ഞു. എഴുന്നേറ്റ ഞാൻ പിടിച്ച് മടിയിലിരുത്തും. അവൻ പറഞ്ഞതും അവൾ പിന്നെ അനങ്ങാതെ ഇരുന്നു. ഏട്ടാ, നന്നായിട്ടുണ്ടായിരുന്നു, ദക്ഷയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ശരണ്യ ശ്രീദേവിനോട് പറഞ്ഞു. അപ്പോഴും സീറ്റിൽ ഇടയിലൂടെ ദക്ഷയുടെ കയ്യിൽ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പിടിപിടിക്കാൻ നോക്കുന്നുണ്ട്. അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ വിരലുകൾക്കിടയിലൂടെ അവളുടെ വിരലുകളെ കോർത്താണ് അവൻ പിടിച്ചിരിക്കുന്നത്. കൈകൾ പിടിപിടിക്കാൻ പറ്റാതെ ആയതും ആരെങ്കിലും കാണുമോ എന്നുള്ള പേടിയിൽ ദക്ഷ സാരി കൊണ്ട് ആ കൈ മറച്ചു. അത് കണ്ടതും ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നേരെ റാമ്പിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എങ്കിലും ആ പുഞ്ചിരി വ്യക്തമായി ദക്ഷ കണ്ടു. അവൻ്റെ അടുത്തേക്ക് വന്ന സംഘാടകർ എന്തോ പറയുന്നുണ്ട്. അവൻ അവരോട് സംസാരിക്കുന്നുമുണ്ട്. അപ്പോഴും ആ പിടി വിട്ടിരുന്നില്ല. ആ കൈ പിടിച്ചതിൽ പിന്നെ ശ്രീദേവ് റാമ്പിലേക്ക് പിന്നെ പോയില്ല. അത്രയും സ്നേഹത്തോടെയാണ്, ആഗ്രഹിച്ചാണ് അവൻ അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.